ധനപ്രതിസന്ധിയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന രണ്ടാം പിണറായി ഗവൺമെന്റ് പദ്ധതി ചെലവുകളിൽ വലിയ വെട്ടിക്കുറയ്ക്കലുകൾ വരുത്തിയിരിക്കുകയാണ്. അതായത് ഇനി 1.5 മാസമാണ് ഈ സർക്കാരിന് ഭരിക്കാനുള്ളത്. അതിനു മുൻപ് എപ്പോൾ വേണമെങ്കിലും അടുത്ത നിയമസഭാ ഇലക്ഷൻസ് ഡിക്ലെയർ ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇനി എന്തെങ്കിലും കൂടുതൽ ചെയ്യാൻ പറ്റുക. ഇതുവരെ ചെയ്യാമെന്ന് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പറഞ്ഞതെന്ത്? അതായത് നമുക്ക് കിട്ടുന്ന തെളിവുകൾ അനുസരിച്ച് ആകെ പദ്ധതി അടങ്കലിൽ ഇനി ചെലവിടാനുള്ളത് 28,105 കോടിയാണ്. അപ്പൊ എന്ത് ചെലവഴിച്ചു, എന്തായിരുന്നു ആകെ ചെലവഴിക്കാൻ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ആകെ പദ്ധതി അടങ്കൽ 42,653 കോടിയായിരുന്നു. അതായത് കഴിഞ്ഞ ബജറ്റിൽ പദ്ധതി അടങ്കൽ എന്ന് പറഞ്ഞാൽ പദ്ധതികൾക്കായി ചെലവഴിക്കുന്ന തുക, അതായത് മൂലധന ചെലവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂലധന ചെലവിന്, അതായത് മൂലധനത്തെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മൂലധന ചെലവിനെ തന്നെ ഒന്ന് സാമൂഹ്യ മൂലധന ചെലവ്, അതായത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾക്ക് വേണ്ടി നടത്തുന്ന മൂലധന ചെലവ് അഥവാ നിക്ഷേപങ്ങൾ. രണ്ടാമത്തേത് അതും തുല്യ പ്രാധാന്യമുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യ മൂലധന ചെലവ്. അപ്പൊ ഈ രണ്ട് മേഖലയും ഒരു രാജ്യത്തിന്റെയോ സംസ്ഥാനത്തിന്റെയോ വളർച്ചയ്ക്കോ അനിവാര്യമായതാണ്. ഈ രണ്ട് മേഖലകളിലും വളരെ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, മൂലധന നിക്ഷേപം നടത്തുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയാണ് ഗവൺമെന്റ് ബജറ്റിൽ തുക കൊള്ളിക്കുന്നത്. അങ്ങനെ ബജറ്റിൽ തുക കൊള്ളിച്ചതാണ് നമ്മളിപ്പോ നേരത്തെ കണ്ട 42,653 കോടി. കഴിഞ്ഞ വർഷത്തെ 2025-26 ബജറ്റിൽ വക കൊള്ളിച്ച തുകയാണ് 42,653 കോടി. അത്രയും ചെലവ് എടുത്തതിന്റെ ബാക്കിയാണ് ഈ പറഞ്ഞ, അതിൽ നിന്ന് ചെലവഴിച്ചതിന്റെ ബാക്കിയാണ് ഇപ്പോൾ പറയുന്ന 28,105 കോടി. അപ്പൊ നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കണം. ഈ 42,653 കോടി ഡിക്ലെയർ ചെയ്യുക, അതിൽ നിന്ന് 28,105 കോടി ചെലവഴിക്കാതിരിക്കുക. അപ്പൊ എന്തുമാത്രം ചെലവഴിച്ചത്? അപ്പൊ എവിടെയൊക്കെയായി ചെലവഴിക്കേണ്ടതെന്ന് നമ്മൾ ഓർക്കണം. അതായത് സംസ്ഥാന ഗവൺമെന്റിന് 2 തലത്തിലാണ് ചെലവഴിക്കേണ്ടത്. ഏതൊക്കെയാണ് ഈ 2 തലങ്ങൾ? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, അതായത് സംസ്ഥാന തലത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ 29ഓളം ഫങ്ഷൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എന്ന് പറയുന്നതും സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ 29 ഫങ്ഷൻസ് സംസ്ഥാനത്തിന്റെ അവർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ 29 ഫങ്ഷൻസും നടപ്പിലാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പൊ അവർക്ക് വേണ്ടി വക കൊള്ളിച്ചിരുന്ന, അതായത് അടങ്കൽ, സംസ്ഥാന അടങ്കൽ, പദ്ധതി അടങ്കൽ എന്ന് പറയുന്ന 42,653 കോടിയാണ് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനത്തിനാകെയായി പദ്ധതി അടങ്കൽ ബജറ്റിൽ കാണിച്ചത്. അതിൽ നിന്നാണ് ഈ 28,105 കോടി ഇനിയും ചെലവഴിക്കാനുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ചെലവിട്ടത് വെറും 14,548 കോടി മാത്രമാണ്. എന്ന് വെച്ചാല് ചെലവിട്ടത് 34.1% ചെലവിട്ടത്. ആകെ പദ്ധതി അടങ്കലിന്റെ 34.1%. അതായത് ധനപ്രതിസന്ധിയുടെ ഓരോ ദശാസന്ധിയിലും ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രഖ്യാപിക്കും പദ്ധതി ചെലവിന്റെ ഇത്ര ശതമാനം വെട്ടിക്കുറച്ചിരിക്കുന്നു. അങ്ങനെ വെട്ടിക്കുറച്ചാണ് ഇപ്പോ എത്രമാത്രം ചെലവഴിച്ചത്? 34.11% മാത്രം ചെലവഴിച്ചത്. അപ്പൊ അത് എവിടെയൊക്കെയാ ചെലവഴിച്ചത്, എത്ര ശതമാനമൊക്കെയാ ചെലവഴിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് സംസ്ഥാന തലത്തിൽ പദ്ധതി അടങ്കൽ 23,285 കോടിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ 42,653 കോടിയിൽ സംസ്ഥാന തലത്തിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചിരുന്നത് 23,285 കോടിയായിരുന്നു. അതിൽ നിന്ന് ചെലവഴിച്ചത് എത്രയാണ്? 8,582 കോടി മാത്രം. അതായത് 31.32% മാത്രമാണ് സംസ്ഥാന തലത്തിൽ ചെലവഴിച്ചത്. അതായത് സംസ്ഥാന ഹൈവേകൾക്ക് വേണ്ടി ചെലവഴിച്ചത്, മറ്റ് സംസ്ഥാന തലത്തില്
ഗവൺമെന്റ് കോളേജുകൾക്ക് വേണ്ടി, സ്കൂളുകൾക്ക് വേണ്ടി, മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി, അതായത് കൺസ്ട്രക്ഷൻ, ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ. നമ്മുടെ മെഡിക്കൽ കോളേജിൽ നമുക്കറിയാമല്ലോ, ഏതാനും മാസം മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ഒരു രോഗി മരിക്കാനിടയായത്. അതുപോലെ തന്നെ നമുക്കറിയാം, മെയിൻ്റനൻസ് നടത്താത്ത കാരണം കൊണ്ടാണ് ശ്രീചക്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ അതായത് SAT പ്രസവ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള വാർഡ്, അതാണ് ശ്രീ ചിത്തിര തിരുനാൾ ആശുപത്രി എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള തിരുവനന്തപുരം മെഡിക്കൽ. അവിടെ ഒരു രാത്രി മുഴുവനും കറണ്ട് ഇല്ലാതിരുന്നത് ഇലക്ട്രിസിറ്റി മേഖലയിൽ, അതായത് ഹോസ്പിറ്റലിന്റെ ഇലക്ട്രിസിറ്റി ഭാഗത്തിന്റെ വിങ്ങിന്റെ മെയിൻ്റനൻസ് ഓപ്പറേഷൻ നടത്താത്തത് കൊണ്ടായിരുന്നു. അതിന് പോലും പണം ചെലവഴിക്കാൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കണ്ടതാണ്, മെഡിക്കൽ കോളേജിലേക്ക് ശസ്ത്രക്രിയയ്ക്കും മറ്റുമുള്ള ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ ആ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടു ചെന്നു. എന്തുകൊണ്ടാണ്? അവർക്കൊക്കെ വലിയ കുടിശ്ശിക കിടക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, സപ്ലൈകോയ്ക്ക് ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യാൻ കമ്പനികൾ തയ്യാറല്ലായിരുന്നു. ഓണത്തിനുമൊക്കെ വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ സമസ്ത മേഖലകളിലും വലിയ ബുദ്ധിമുട്ട് ഫിസ്ക്കൽ ക്രൈസിസ് മൂലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ നമുക്ക് സംശയം തോന്നും, എവിടെ പോകുന്നു ഇവിടെ പിരിച്ചെടുക്കുന്ന നികുതികളും മറ്റുമൊക്കെ എന്ന്. അപ്പൊ ഈ ഗവൺമെന്റിന് പറയാൻ പറ്റുന്നത്, അയ്യോ നികുതി എല്ലാം GSTയിൽ പോയി, ഇൻഡയറക്ട് ടാക്സസ് ഒക്കെ GSTയിൽ പോയി എന്നാണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യം നമുക്ക് ഗവൺമെന്റിനോട് ചോദിക്കേണ്ടതുണ്ട്, ഏത് നികുതിയൊക്കെയാണ് GSTയിൽ പോകുന്നത്? ഇനി എത്രയുണ്ട് ബാക്കി? ഗവൺമെന്റിന്റെ തന്നെ ബാഗില് എത്ര, കിറ്റിയിൽ ഇനി എത്രയുണ്ടെന്ന് ചോദിക്കണം. പലർക്കും, അതായത് സാധാരണ രീതിയിൽ സാധാരണക്കാർക്ക് അറിയില്ല അതിന്റെ കഥകളൊന്നും. അതായത് ഇപ്പൊ GSTയിൽ കയറാതെ സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് പിരിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട നികുതികൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നോടെ ഓർമ്മപ്പെടുത്തട്ടെ. അതായത് ഒന്നാമത്തേതാണ് ഡീസൽ, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ, അതായത് ഇന്ധന നികുതി. അത് ഇന്ധന നികുതി നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് 30% പിരിക്കും, അതിനുശേഷം സെസ് ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റ് 30% പിരിക്കുന്നു, അതിനുമേൽ സെസ് ഉണ്ട്. അതായത് കിഫ്ബി സെസ് ഒക്കെ അതിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുള്ള ഒരു അധിക തുക, അധിക നികുതി, അതും ഈ ഇന്ധന നികുതിയിലാണ് ഉള്ളത്. അങ്ങനെ അത് പിന്നെ അത് കൂടാതെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് മദ്യം, അതും GSTയിൽ പോയിട്ടില്ല. അപ്പോ അത് തന്നെയുമല്ല, നമ്മൾ ഈ ഇന്ധന നികുതി എന്ന് പറയുമ്പോൾ കേരളത്തിൽ നല്ല സാധ്യതയുള്ള നികുതിയാണ് ഇന്ധന നികുതി. കാരണം എന്താണ്? ഒരു പെർ സ്ക്വയർ കിലോമീറ്റർ കേരളത്തിൽ 466 വാഹനങ്ങൾ ഉണ്ടെന്നാണ്. ഈ വാഹനങ്ങൾ മേടിച്ച് വെറുതെ ഇട്ടിരിക്കുകയല്ലോ, ഓടിക്കുകയല്ലേ, എന്ന് വെച്ചാൽ ഇന്ധനം മേടിക്കും, പെട്രോളും ഡീസലും ഒക്കെ മേടിക്കും. അപ്പൊ വലിയ വരുമാനമാണ് ആ ഇന്ധന സെസ്സിൽ നിന്ന്, അല്ല ഇന്ധന നികുതി വഴിയായിട്ട് സംസ്ഥാനത്തിന് സെസ് അല്ല, സെസ് കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ടാക്സ് ഓൺ ടാക്സ് ആണ് സെസ്. അപ്പൊ ഈ ഇന്ധന നികുതിയും അതിൽ നിന്നുള്ള സെസ്സും ഒക്കെ ഖജനാവിലേക്ക് വരുന്നു. അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ തനത് വരുമാനത്തിന്റെ, എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ പിരിച്ചെടുക്കുന്ന വരുമാനത്തിന്റെ 20 മുതൽ 25% വരുന്നത് ഈ ഇന്ധന നികുതിയിൽ നിന്നാണ്. ഒന്ന് കണക്കൂട്ടി വെച്ചോളൂ കേട്ടോ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഐറ്റമാണ് മദ്യം. നമുക്കറിയാം, മുക്കിലും മൂലയിലും ഷാപ്പുകളും എല്ലാം ആയിട്ട്, അത് ഇപ്പൊ എലപ്പുള്ളി ബ്രൂവറിയെ പറ്റിയൊക്കെയുള്ള കഥകൾ നമുക്കറിയാം. കോടതി തടഞ്ഞു വെച്ചിരിക്കുന്ന കാരണം തൽക്കാലം ആ ഭയം വേണ്ട. അപ്പൊ ഇത്രയേറെ LDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് മുക്കിലും മൂലയിലും കള്ളുഷാപ്പുകൾ വന്നു. എന്നിട്ടും അപ്പൊ അതിനുള്ള വരുമാനം ഓർക്കണം, വെറുതെ അല്ല കള്ളുഷാപ്പുകൾ വന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിന്റെ 25% മുതൽ 35% വരെ വരുന്നത് മദ്യത്തിൽ നിന്നാണ് നികുതി വരുമാനം വരുന്നത്. പിന്നെ ഉള്ളതാണ് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കരം. അത് പിന്നെ ഹൗസ് റെന്റും മറ്റതുപോലെയുള്ള എല്ലാത്തരം കരങ്ങളും അതിനകത്ത്, ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കരങ്ങള്. അതുപോലെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, ഇത് ഒക്കെയും കൂടി കൂടുമ്പോൾ 50%-ലധികം നികുതി വരുമാനം, തനത് വരുമാനത്തിന്റെ 50%-ലധികം ഇപ്പോഴും ഈ സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് പിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. അതില് വീട്ടുവാടക പോലെയുള്ളതൊക്കെ അങ്ങേ അറ്റത്താണ് എത്തിയിരിക്കുന്നത്. അതുപോലെ ഇലക്ട്രിസിറ്റി ചാർജ്, കേരളത്തിലുള്ളത്ര ഇലക്ട്രിസിറ്റി ചാർജ് വേറെ ഒരു സംസ്ഥാനത്തുമില്ല.
അങ്ങനെ ഈ ഗവൺമെന്റിന്റെ കസ്റ്റഡിയിലുള്ള നികുതിയൊക്കെ അങ്ങേയറ്റം വരെ പൊക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നികുതി പിരിച്ചെടുത്തിട്ട് ആ പണമെല്ലാം എവിടെ പോകുന്നു? ഈ പദ്ധതി അടങ്കിൽ ചെലവഴിക്കാൻ പണമില്ലാതെ വരുന്നത്. അതുപോലെ തന്നെ GST പകുതിയാണ്. അപ്പൊ അത് സംസ്ഥാന ഗവൺമെന്റിന് കിട്ടേണ്ട ഷെയർ കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം ഉണ്ട് എന്നിരിക്കെ പോലും അതുപോലെയാണ് ഫിനാൻസ് കമ്മീഷൻ വഴിയുള്ള ഇത്. അപ്പം ഇങ്ങനെയൊക്കെ കിട്ടേണ്ട നികുതികൾ കിട്ടുന്നു. ഫിനാൻസ് കമ്മീഷൻ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതിൽ ചില പരമാർത്ഥങ്ങളുണ്ട്, പക്ഷെ ഒരുപാട് പരമാർത്ഥങ്ങൾ ഇല്ലതാനും. അപ്പൊ അങ്ങനെ കിട്ടാവുന്നതെല്ലാം കളക്ട് ചെയ്യുന്നു. നികുതിയായിട്ടും നികുതിയേതര വരുമാനമായിട്ടും ഒക്കെ സംസ്ഥാന ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യുന്ന സമയത്ത് ആണ് ഇതുപോലെയുള്ള ഒരു വെട്ടിക്കുറയ്ക്കല്. എവിടെയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത്? അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവാണ് ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുടെ മൂലക്കല്ല്. അതാണ്. അതിനുവേണ്ടി ചെലവഴിക്കാൻ വെച്ചിരുന്ന ഫണ്ടാണ് ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നോടെ നോക്കാം. നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന തലത്തിൽ ചെയ്യേണ്ടിയിരുന്ന മൂലധന ചെലവിൽ എത്ര വെട്ടിക്കുറച്ചു, എത്ര ശതമാനം എന്ന് നോക്കാം. ആകെ 14,548 കോടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ പദ്ധതി അടങ്കൽ സംസ്ഥാനത്തിന് വേണ്ടി തയ്യാറാക്കിയതിന്റെ 34.11% മാത്രമാണ് ചെലവഴിച്ചിരിക്കുന്നത് ഇതുവരെ. ഇനി നമ്മുടെ മുൻപില്, സംസ്ഥാനത്തിന് മുൻപിലുള്ളത് വെറും 1.5 മാസം മാത്രമാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ. അപ്പൊ ഈ പദ്ധതി അടങ്കൽ 41,653 കോടി. അതിൽ നിന്ന് സംസ്ഥാന തലത്തിൽ ചെലവഴിക്കേണ്ട പദ്ധതി അടങ്കൽ 23,285 കോടിയായിട്ട് ബജറ്റിൽ ഫിക്സ് ചെയ്തിരുന്നു. അതിൽ നിന്ന് ചെലവിട്ടത് 8,582 കോടി മാത്രമാണ്. എന്ന് വച്ചാൽ 36.86% ചെലവഴിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഏകദേശം 63%-ത്തിനുപരി ഇനി ചെലവഴിക്കാനുണ്ട്. ഇനി നമുക്ക് നോക്കാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എത്രയായിരുന്നു നീക്കി വെച്ചിരുന്ന പദ്ധതി അടങ്കൽ? 9,215 കോടിയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിട്ട് നീക്കി വെച്ചിരുന്നത്. അതിൽ നിന്ന് എത്ര ചെലവഴിച്ചു? 2,886 കോടി മാത്രം. എന്ന് വെച്ചാൽ 31.32% മാത്രം. സംസ്ഥാന തലത്തിൽ ചെലവഴിച്ചതിനേക്കാൾ കുറവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ ചെലവഴിച്ചത്. അങ്ങനെ ആകെ പിന്നെ അതുപോലെ കേന്ദ്ര പദ്ധതി, ഈ പദ്ധതിക്കൊക്കെ വിഹിതമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടും. അങ്ങനെ കേന്ദ്ര പദ്ധതി വിഹിതമായിരുന്ന 9,153 കോടിയാണ് സംസ്ഥാനത്തിന് ആകെ കിട്ടേണ്ടത്. ആ കിട്ടേണ്ടതിൽ ചെലവിട്ടത് 3,079 കോടി മാത്രം. എന്ന് വെച്ചാൽ 33.65% മാത്രമാണ് കേന്ദ്ര വിഹിതം ചെലവിട്ടത്. അപ്പൊ എന്താ കേന്ദ്രം തരാത്തത്? കേന്ദ്രം തരാത്തത് സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട്, കിട്ടിയ ഫണ്ട് ചെലവഴിച്ച് ആ ചെലവഴിച്ചതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തിയാലേ ബാക്കി ഇനി തരാനുള്ള ഫണ്ട് തരികയുള്ളൂ. അപ്പൊ ഇത് കൃത്യമായിട്ട് ചെലവഴിക്കാത്തത് കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ബാക്കി കിട്ടേണ്ടിയിരുന്ന ഫണ്ട് കിട്ടാതിരുന്നത്. ഈ സാഹചര്യമാണ്, ഇതാണ് ഈ കേരളത്തിന്റെ വലിയ, എത്രമാത്രം റീൽസ് ആണ് നമ്മൾ കാണുന്നത്. ഏത് ചാനൽ തുറന്നാലും ആ ചാനലിലൊക്കെ കേരള ഗവൺമെന്റ് ഈ കേരളത്തെ ഒരു എന്താ പറയുക, ഒരു സ്വപ്ന സുന്ദര രാജ്യമാക്കി മാറ്റിയതിന്റെ, സംസ്ഥാനമാക്കി മാറ്റിയതിന്റെ, ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനമാക്കി മാറ്റിയതിന്റെ, അങ്ങനെ എന്തൊക്കെ കേളികൊട്ടുകളാണ് നമുക്ക് ചാനൽ തുറന്നാൽ. ഇതൊക്കെ ഈ സംസ്ഥാന ഖജനാവിൽ നിന്ന് പണമെടുത്ത് അഡ്വർടൈസ്മെന്റ് ഫീ ഓരോ ചാനലിന്റെയും തോതനുസരിച്ച് കൊടുത്തിടുന്ന അഡ്വർടൈസ്മെന്റ്സ് ആണ്, പരസ്യമാണ് സംസ്ഥാന ഗവൺമെന്റിന്. അങ്ങനെ പരസ്യങ്ങളിലൂടെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ്. ആ സംസ്ഥാന ഗവൺമെന്റ് ആണ് നമ്മൾ എന്ത് കാണേണ്ടത്? ആ സംസ്ഥാന ഗവൺമെന്റ് ആണ് നമ്മളെ എന്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് പദ്ധതി അടങ്കലിന്റെ 34.11% ആകെ ചെലവഴിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാല് 66% ഇനി ചെലവഴിക്കാൻ ഇരിക്കുന്നു. ഇനി അതിൽ തന്നെ സംസ്ഥാന തലത്തിൽ ചെലവഴിച്ചത് 36.8%, തദ്ദേശ സ്വയംഭരണ സ്ഥലത്തില് 31.32%. അപ്പൊ ഇതുപോലെ ചെയ്ത്, അതായത് പദ്ധതി അടങ്ങളെല്ലാം വെട്ടിക്കുറച്ച് വാഗ്ദാനം ചെയ്ത ഒന്നും നടപ്പാക്കാതെ
മുൻപോട്ട് പോവുകയാണ്, വീണ്ടും ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന ഗവൺമെന്റ് ആണ് ചെയ്യാത്തതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഈ റീൽസും അഡ്വർടൈസ്മെന്റ്സും സിനിമാ ചിത്രീകരണങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പദ്ധതി ചെലവുകൾ വെട്ടിക്കുറച്ച് പ്രഖ്യാപിച്ച നയത്തിൽ നിന്ന് വ്യതിചലിച്ച് മുൻപോട്ട് പോകുന്ന ഗവൺമെന്റിനെ പറ്റി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്പർ 1 ഓഫ് അതായത് CAG റിപ്പോർട്ട് നമ്പർ 1 ഓഫ് ദ ഇയർ 2023 2023 റിപ്പോർട്ട് നമ്പർ 1 ഓഫ് CAG. ആ റിപ്പോർട്ട് എന്താണ് പറയുന്നത്? ആ റിപ്പോർട്ട് പല റിപ്പോർട്ട്സ് ഉണ്ട്. അതിൽ റിപ്പോർട്ട് നമ്പർ 1 പറയുന്നത് എന്താണ്? ചെലവഴിക്കലിലെ കാര്യക്ഷമതയില്ലായ്മ, വകമാറ്റി ചെലവഴിക്കൽ, ധൂർത്ത്, ഈ 3 കാര്യങ്ങളെയാണ് CAG അടിവരയിട്ടിരിക്കുന്നത്. 1 കാര്യക്ഷമതയില്ലായ്മ, 2 വകമാറ്റ്, 3 ധൂർത്ത്. അന്ന് സംസ്ഥാന ഗവൺമെന്റിന് തന്നെ ഓഡിറ്റേഴ്സ് അസോസിയേഷൻ പറയുന്നത് എന്താണ്? ഓഡിറ്റിംഗ് പോലും സമ്മതിക്കുന്നില്ല സംസ്ഥാന ഗവൺമെന്റ്. എന്തുകൊണ്ടാണ് ഓഡിറ്റിംഗ് സമ്മതിക്കാത്തത്? ഒരു വകുപ്പിലേക്ക് പറഞ്ഞ് അലോട്ട് ചെയ്തിരിക്കുന്ന ഫണ്ട് അവിടെ നിന്ന് അവരുടെ സമ്മതമില്ലാതെ അവിടുത്തെ കാര്യം നടപ്പാക്കാതെ ആവശ്യമുള്ള കാര്യത്തിന്, ഗവൺമെന്റിന് ആവശ്യമുള്ളത് നവകേരള സദസ്സാണെങ്കിൽ അതിന്റെ നടത്തിപ്പിന്, കേരളീയമാണെങ്കിൽ അതിന്റെ നടത്തിപ്പിന്, എന്റെ കേരളമാണെങ്കിൽ അതിന്റെ നടത്തിപ്പിനായിട്ട് ഈ ഫണ്ട് വകമാറ്റുന്നു. അങ്ങനെ ഫണ്ട് വകമാറ്റി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ CAG ആവശ്യപ്പെടുന്നത് പോലെ, അതായത് ഇന്റേണൽ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം CAG ഓഡിറ്റിംഗ് നടത്താൻ. അപ്പൊ ഇന്റേണൽ ഓഡിറ്റിംഗിന് വേണ്ടി ഗവൺമെന്റിന്റെ ഓഡിറ്റർമാർ ചെല്ലുമ്പോൾ അത് ഓരോ കാരണങ്ങൾ പറഞ്ഞ്, തടസ്സവാദങ്ങൾ പറഞ്ഞ് തട്ടിമാറ്റുന്നു. അങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ മെമ്പേഴ്സ് തന്നെ, തലപ്പത്തിരിക്കുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് മാത്രവുമല്ല, ഈ സെക്രട്ടേറിയൽ നടക്കുന്നതിനെ ഓഡിറ്റിങ്ങിന് ചെല്ലുന്ന CAG തന്നെ കണ്ടുപിടിച്ചിട്ടാണല്ലോ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടുപിടിച്ചിട്ടാണല്ലോ ഈ പറയുന്നത് വകമാറ്റി ചെലവഴിക്കൽ. വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഈ വകമാറ്റലുകൊണ്ടാണ് ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തത്. കാര്യക്ഷമതയില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് 28,000 കോടിയിലധികമാണ് കുടിശ്ശിക കിടക്കുന്നത്. അതുപോലെ ഈ 2025-26 ബഡ്ജറ്റ് എടുത്തു നോക്കുക. ടേബിൾ A39 നിങ്ങളൊന്ന് പരിശോധിക്കുക. ടേബിൾ A39 പരിശോധിച്ചാൽ കിട്ടാക്കടമായി കിടക്കുന്നത് 20,000, ഏകദേശം 23,000 കോടിയോളം രൂപയാണ്. അപ്പൊ ഇതൊക്കെ കാര്യക്ഷമതയില്ലായ്മ കൊണ്ടല്ലേ? ആണ്, തീർച്ചയായിട്ടുമാണ്. അതായത് ഇപ്പൊ സഖാക്കളാണ് എങ്കിൽ നികുതി അടയ്ക്കേണ്ടത് അടച്ചിട്ടില്ലെങ്കിൽ അടയ്ക്കാനുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ട് ഉദ്യോഗസ്ഥർ ടെലിഫോൺ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഭീഷണിപ്പെടുത്തും. നിന്നെ ജീവൻ ഇരിക്കില്ല, മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞ് അങ്ങനെ ഭീഷണിപ്പെടുത്തുക. അതായത് നികുതി കുടിശ്ശികയാകാൻ വേണ്ടിയാണ് ഭീഷണിപ്പെടുത്തുന്നത്. സഖാക്കള് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നികുതി അടയ്ക്കാതിരിക്കുന്നതിന് തെളിവുകൾ ധാരാളം നമ്മുടെ മുൻപിലുണ്ട്. CAG അത് തന്നെ എടുത്തു പറയുകയും ചെയ്യുന്നു. അത് ഒന്നും കൂടാതെയാണ് വകമാറ്റി ചെലവഴിക്കല്. വകമാറ്റി ചെലവഴിക്കല്, നികുതി ശരിക്കും എടുക്കാതിരിക്കല്, ഇതൊക്കെയാണ്. അപ്പൊ 2011-12 അതുപോലെ കടം വാങ്ങല്, ആവശ്യത്തിലധികം കടം വാങ്ങല്. 2016 UDF LDFിലേക്ക് ഭരണം കൈമാറ്റം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സഞ്ചിത കടം എത്രയായിരുന്നു? നമ്മുടെ സഞ്ചിത കടം 1,53,000 കോടിയായിരുന്നു. ആ 1,53,000 കോടിയിൽ നിന്ന് സഞ്ചിത കടം അതായത് ഈ 2 ഭരണകാലം കൊണ്ട് 2024-25-26 ആകുമ്പോഴത്തേക്ക് ഈ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് 6 ലക്ഷം കോടിയിലേക്ക് സഞ്ചിത കടം മാറുകയാണ്. 6 ലക്ഷം കോടിയിലേക്ക്. അതിന്റെ വളർച്ച എങ്ങനെയാണ്? CAG അതൊക്കെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. GSDPയുടെ അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 29% നിജപ്പെടുത്തണമെന്നാണ് 19ാം ധനകാര്യ കമ്മീഷൻ മുതലുള്ള കമ്മീഷനുകൾ പറഞ്ഞിരിക്കുന്നത്. ഈ വരാൻ പോകുന്ന 16ാം കമ്മീഷൻ അത് 20% നിജപ്പെടുത്തുകയാണ്. അപ്പൊ സംസ്ഥാനം എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ 29% മുകളിൽ പോകരുത് പറഞ്ഞിരിക്കുന്ന കടം ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ CAG റിപ്പോർട്ട് നോക്കിയാൽ അറിയാം എങ്ങനെയാണ് അത് പോകുന്നത്. പിന്നെ 38% വരെ 29 പകരം 38% വരെ പോയിട്ടുണ്ട്. അതിനുശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും
ഒക്കെ ആക്ഷൻ എടുത്തു. സംസ്ഥാന ഗവൺമെന്റിനെതിരെ കിഫ്ബി വഴിയും ഒക്കെ എടുക്കുന്ന കടം പാടില്ല എന്ന് പറഞ്ഞ് ആക്ഷൻ എടുത്തതിന്റെ ഫലമായിട്ട് അവർ കുറയ്ക്കാൻ ശ്രമിച്ചു സംസ്ഥാന ഗവൺമെന്റ്. എന്നിട്ടും നോക്കുക, ഈ പ്രാവശ്യത്തെ ബജറ്റ് ഡോക്യുമെന്റ് നിങ്ങൾ എടുത്തു നോക്കുക, A7 എന്ന് പറയുന്ന ആ ടേബിൾ നോക്കുക, ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റേറ്റ്. ആ ടേബിൾ നോക്കിയാൽ അറിയാം 33.77% GSDPയുടെ 33.77% എത്തി നിൽക്കുകയാണ് പിന്നെ സഞ്ചിത കടം അഥവാ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ ഇങ്ങനെ CAG തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇതുപോലെയുള്ള അനോമലീസ്. ഇതിനിടയ്ക്കാണ് വളരെ രസകരമായി നമ്മൾ അന്വേഷിക്കേണ്ട വേറൊരു കാര്യം സംഭവിച്ചത്. അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ ഒരു കമ്മീഷൻ എന്തായിരുന്നു, ഭരണപരിഷ്കാര കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു ഗവൺമെന്റ്. ആ ഭരണപരിഷ്കാര കമ്മീഷന്റെ ഒരു കണ്ടെത്തൽ പോലെ, അതായത് ഭരണപരിഷ്കാര കമ്മീഷനെ ചുമതലപ്പെടുത്തി ഗവൺമെന്റ് ഈ എല്ലാ ഫയലുകളും ഈ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് യൂട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ എല്ലാം ഫിനാൻസിൽ പോകേണ്ട, അതത് വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാം. അപ്പോൾ അത് വലിയ, അതായത് സംസ്ഥാന ഗവൺമെന്റ് ആകട്ടെ കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ ഒരു ഫെഡറൽ സംവിധാനത്തില് ചില നിയന്ത്രണങ്ങളൊക്കെ വേണം ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ. കാരണം ഈ ഫണ്ട് എന്ന് പറയുന്നത് മന്ന ഇറങ്ങി വരുന്ന പോലെ മോളിൽ നിന്ന് വരുന്നതല്ല. ഈ പറയപ്പെട്ട മന്ത്രിമാരുടെയോ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെയോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതുമല്ല. ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയേതര വരുമാനങ്ങളാണ്. അതാണ് സമാഹരിച്ച് ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് ഖജനാവിലേക്ക് എത്തുന്നത്. അപ്പൊ അത് ഇഷ്ടം പോലെ കൈയിട്ട് വരാവുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് റൂൾ 10, ഫിനാൻസിലെ റൂൾ 10 അതൊരു കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും ബാധകമാണ്. എന്ന് വെച്ചാൽ റൂൾ 10 എന്താണ് പറയുന്നത്, ഫിനാൻസ് വകുപ്പിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ഏത് വകുപ്പിനും ഫണ്ട് അലൊക്കേറ്റ് ചെയ്യാവുള്ളൂ. ബജറ്റിൽ പറയുന്ന ഫണ്ട് ഓരോ വകുപ്പിനും അലൊക്കേറ്റ് ചെയ്യേണ്ടത് ഫിനാൻസ് വകുപ്പിന്റെ അനുവാദത്തോടു കൂടിയായിരിക്കണം. എന്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്, അനാവശ്യമായിട്ട് ഫണ്ട് എന്താ പറയുക ഇൻഇഫക്റ്റീവായിട്ട് ചെലവഴിച്ചു പോകരുത്. അത് കൃത്യമായി പർപ്പസ്ഫുൾ ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് തന്നെ ഈ ഫണ്ട് ചെലവഴിക്കണം. അതിനു വേണ്ടിയാണ് അങ്ങനെ ഈ റൂൾ 10 കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് ബാധകമാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ത് ചെയ്തു, അങ്ങനെ ഈ റൂൾ 10 ഇല്ലാതെയാക്കിക്കൊണ്ട് അതിൽ നിന്ന് മോചനം നേട്ടുക സംസ്ഥാന ഗവൺമെന്റ്. അങ്ങനെ ഓരോ വകുപ്പിനും ആവശ്യം ഉള്ളത്ര ഫണ്ട് ചെലവഴിക്കാൻ അവനവന് അവസരം കൊടുക്കുക, അധികാരം കൊടുക്കുക. അത് ഫിനാൻസ് അതിൽ കൈകടത്തേണ്ട. ആ തീരുമാനത്തിലാണ് ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. പിന്നെ അത് ചോദ്യം ചെയ്ത് അത് നടപ്പാക്കാൻ സമ്മതിക്കാതിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഗവൺമെന്റ് കൈവിട്ട കളിയാണ് കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവര് മര്യാദയ്ക്ക് ഭരിക്കാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത്, ഇഷ്ടം നടത്തുക എന്ന് വെച്ചാൽ അടുത്ത മൂന്നാം ഊഴം കിട്ടുക. മൂന്നാം ഊഴം കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്, ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർത്ത് അവർക്ക് കയ്യടി വാങ്ങണം, മനുഷ്യരെ വിഡ്ഢികളാക്കിക്കൊണ്ട് കയ്യടി വാങ്ങണം. അതിനു വേണ്ടിയാണ് ഈ തരത്തിലുള്ള കളികളൊക്കെ. അതായത് ഈ റൂൾ 10 ഇല്ലാതെയാക്കുക, അങ്ങനെ ഇഷ്ടം പോലെ ഓരോ വകുപ്പിനും ഫണ്ട് കൊടുക്കുക, ഇഷ്ടം പോലെ വകുപ്പുകൾ ചെലവാക്കിക്കോട്ടെ എന്നല്ല, ഓരോ വകുപ്പിനും അലോട്ട് ചെയ്യുന്ന ഫണ്ട് ഇഷ്ടമുള്ളിടത്തേക്ക് മാറ്റിക്കൊള്ളാൻ മുഖ്യമന്ത്രിയുടെയും ഒക്കെ താല്പര്യപ്രകാരം നിൽക്കുന്നവർക്കാണല്ലോ, റാൻമൂലികളായിട്ട് നിൽക്കുന്നവർക്കാണല്ലോ സ്ഥാനമാനങ്ങളും കയ്യടികളും ഒക്കെ കിട്ടുക. അപ്പൊ അതൊക്കെ മേടിച്ചെടുക്കാൻ വേണ്ടി ഈ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നത് സൗകര്യമാക്കി തീർക്കുക. അതിനു വേണ്ടിയാണ് ഈ റൂൾ 10 അപ്ലൈ ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത കാര്യമാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ചത്. എന്തായാലും ആ ഭേദഗതി അസംബ്ലിയിൽ ചർച്ച വന്നു, അങ്ങനെ അത് കാരണം നടന്നിട്ടില്ല. അത് ഒരിക്കലും നടത്താൻ പാടില്ല. കാരണം അത് നമ്മുടെ സംസ്ഥാന ധനപ്രതിസന്ധി, നമ്മുടെ ശരിക്കും കടക്കണിയിലേക്ക് സംസ്ഥാനത്തെ വലിച്ചെറിയുന്നതിന് തുല്യമായിരിക്കും. ശ്രീലങ്ക അനുഭവിച്ചത് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൂടാ എന്ന് CAG നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ CAG തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ കടം കൂടുതൽ മേടിക്കുന്നു. അങ്ങനെ GSDPയുടെ മാൻഡേറ്റ്സ്, അതായത് FRBM ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്ന കടം മേടിക്കലിന് ഉള്ള മാനദണ്ഡങ്ങൾ, കടം മേടിക്കലിന് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് കൊണ്ടുവന്ന
മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഒരു വർഷം വാങ്ങിക്കുന്ന കടം GSDPയുടെ 3% കൂടാൻ പാടില്ല. രണ്ടാമത്തേതാണ് സഞ്ചിത കടം GSDPയുടെ 29% കൂടാൻ പാടില്ല എന്നുള്ളത്. ആ ഒന്നാമത്തെ കടം, അതായത് GSDPയുടെ 3% കൂടാൻ പാടില്ല എന്നുള്ളത്, അത് തന്നെ അട്ടിമറിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരുപാട് ശ്രമം നടത്തി. പക്ഷെ ആ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന പേരിൽ കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകരിക്കുന്നത്. അങ്ങനെ നമുക്കറിയാം, മസാല ബോണ്ട് ഇറക്കി, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ മസാല ബോണ്ട് ഇറക്കി CDPQവിൽ നിന്ന് 2185 കോടി ആദ്യം തന്നെ സമാഹരിച്ചു, 9.723% പലിശയ്ക്ക്. അങ്ങനെ അതിനെ തുടർന്ന് കിഫ്ബി വഴിയുള്ള കടമെടുക്കൽ തുടങ്ങി. അപ്പോഴേ നമ്മുടെ CAG ചൂണ്ടിക്കാട്ടി, ഇത് കിഫ്ബി നമ്മുടെ സംസ്ഥാന ബജറ്റിനകത്തെ കടമെടുക്കലാണ്, പുറത്തല്ല. എന്തുകൊണ്ടാണ് കിഫ്ബി പുറത്തല്ല അകത്താണെന്ന് CAG ചൂണ്ടിക്കാട്ടിയത്? കാരണം കിഫ്ബി വഴി കടമെടുക്കുമ്പോൾ തീരുമാനിക്കുമ്പോൾ തന്നെ ഡോക്ടർ തോമസ് ഐസക്ക് ഒരു പ്രധാനപ്പെട്ട ഉപാധി, ഒന്നല്ല 2 പ്രധാന ഉപാധികൾ കൊണ്ടുവന്നു. എന്തൊക്കെയായിരുന്നു 2 പ്രധാന ഉപാധികൾ? ഒന്ന്, ഒരു ഇന്ധനം, ഒരു സെസ് ഏർപ്പെടുത്തി ഇന്ധനത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലെ ശരാശരി, ഇന്ത്യയിലെ ശരാശരി വെഹിക്കിൾ ഡെൻസിറ്റി വെറും 68 ആയിരിക്കെ കേരളത്തിൽ അത് 466. അപ്പൊ എന്ന് വെച്ചാൽ വാഹനങ്ങൾ മേടിക്കുന്നത് ഓടിക്കാനല്ലേ. അപ്പൊ അങ്ങനെ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനത്താണ് ഒരു വെഹിക്കിൾ സെസ് കൊണ്ടുവരുന്നത്. ആ വെഹിക്കിൾ സെസ് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വരുമാനം കൊണ്ടുവരും. കിഫ്ബിയുടെ പലിശ കൊടുക്കാനും മുതൽ കൊടുക്കാനും പറ്റും. പക്ഷെ അതുകൊണ്ട് മാത്രം പറ്റില്ല. കാരണം നമുക്കറിയാം, ഇപ്പൊ കിഫ്ബി ഒരു ഇഷ്യൂ ആയി വന്നപ്പോ, വലിയ പ്രോബ്ലം ആയപ്പോ പുറത്തു വന്നു, 93,000 കോടിയോളം രൂപയാണ് കിഫ്ബി വഴിയായിട്ട് ഇതിനകം കടമെടുത്തത് 2016-17 മുതൽ ഇതുവരെ. അപ്പൊ ഈ 93,000 കോടിയോളം കടമെടുത്തു എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കേണ്ട മുതലും പലിശയും അടുത്ത തലമുറയിലേക്കാണ് ആ ഭാരമൊക്കെ വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ മുതലും പലിശയും കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കിഫ്ബിയെ കൊണ്ടുപോയി. അങ്ങനെ കിഫ്ബിയെ കൊണ്ടുപോയപ്പോഴാണ് CAG ചൂണ്ടിക്കാണിച്ചത്, കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് ബജറ്റിനകത്താണ്. അതിന് കിഫ്ബിക്ക് ചൂണ്ടിക്കാട്ടിയ കാരണങ്ങൾ എന്തായിരുന്നു? ഒന്ന്, ഈ ഇന്ധന സെസ്, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ചാർത്തിയ സെസ്, അത് ഒരു സെസ് ഏർപ്പെടുത്തുന്നത് കൊള്ളാം, പക്ഷെ അത് പോകേണ്ടത് എങ്ങോട്ടാണ്? ഖജനാവിലേക്കാണ്. ഇത് പോയത് ഖജനാവിലേക്കല്ല, നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്. അപ്പൊ പറഞ്ഞു അത് ശരിയല്ല, ഖജനാവിൽ പോകേണ്ടതാണ് കിഫ്ബിയുടെ അക്കൗണ്ടിൽ പോണത്, അതുകൊണ്ട് കിഫ്ബിയുടെ അക്കൗണ്ടിലാണ് പോകുന്നത്. ഓക്കെ, പോയിക്കോട്ടെ. പക്ഷെ കിഫ്ബി അപ്പോ ബജറ്റിനകത്താണ്, ബജറ്റിന് പുറത്തല്ല. ഇതായിരുന്നു CAGയുടെ ക്ലെയിം. അതുപോലെ CAGയുടെ രണ്ടാമത്തെ ക്ലെയിം എന്തായിരുന്നു? നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% നേരെ പോകുന്നത് കിഫ്ബിയിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ യുക്തി തന്നെ. ഇത്രയേറെ മോട്ടോർ വെഹിക്കിൾ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനത്തിൽ മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ആ തുക എങ്ങോട്ടാണ് പോകുന്നത്? ആ തുകയും നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്, അല്ലാതെ ഖജനാവിലേക്കല്ല. അപ്പോൾ CAGയുടെ രണ്ടാമത്തെ യുക്തി, ഈ കിഫ്ബി എന്ന് പറയുന്നത് എന്താണ് പറയുക, ബജറ്റിന് പുറത്തല്ല, ബജറ്റിനകത്താണ് എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് കിഫ്ബിയിൽ അന്യ രാജ്യത്തെ വ്യവസായികളും എല്ലാവരും വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ്. ഈ സംസ്ഥാന ഗവൺമെന്റിനെ ഓർത്ത് കിഫ്ബി അത്ര ഒരു വലിയ സംഭവമാണെന്ന് വിചാരിച്ചിട്ടല്ല. കിഫ്ബി എന്ന് പറയുന്നത് ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോ ഗവൺമെന്റ് ആണ് അതിന്റെ കടങ്ങളൊക്കെ പലിശ സഹിതം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിന്റെ തലയിലാണ് വരിക. അപ്പൊ അതുകൊണ്ട് അതൊരു സോവറിൻ ബോണ്ടാണ്. ഇനി ഈ സോവറിൻ ബോണ്ടിന് വേറൊരു ഇതും കൂടെ ഉണ്ട്. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. സംസ്ഥാന ഗവൺമെന്റ് മുതലും പലിശയും കൊടുക്കാൻ മടിച്ചാൽ ആര് കൊടുക്കേണ്ടി വരും? കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും. ഈ 2 ന്യായങ്ങൾ മൂലമാണ് കിഫ്ബിയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അതും CAG ചൂണ്ടിക്കാട്ടി. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടും കടവുമായി മുൻപോട്ട് പോയി. അവസാനം എന്ത് സംഭവിച്ചു? അവസാനം കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇടപെട്ട് നോക്കുമ്പോൾ
ഈ 2024 മാർച്ച് ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിച്ചിരിക്കുന്നു? ഈ ബജറ്ററി ബോറോയിങ് തന്നെ 3,85,000 കോടിയായി. കിഫ്ബി വഴിയുള്ള ബോറോയിങ് 5,109 കോടിയായി. കിഫ്ബിയും KSSPL കൂടി ചേർന്ന് രണ്ടും കൂടെ ചേർന്നെടുത്തത് 21,417 കോടിയായി. അങ്ങനെ മാർച്ച് 2024 ആയപ്പോഴത്തേക്കും തന്നെ കടം, അതായത് സംസ്ഥാനത്തിന്റെ മൊത്തം കടം 4,14,475 കോടിയായി. അതിനുശേഷമാണ് ഈ വർഷത്തെ കടവും, അതായത് 25-26 ബജറ്റിലെ കടവും ഒക്കെയും കൂടി ചേർന്ന് ഇപ്പോൾ 6 ലക്ഷം കോടിയായതായിട്ടാണ് നമ്മുടെ CAG ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ധനപ്രതിസന്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ സംസ്ഥാന ഗവൺമെന്റ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ പറയപ്പെട്ട പദ്ധതി അടങ്കൽ, അതായത് എല്ലാ ഈ കഴിഞ്ഞ 10 വർഷവും, ഇപ്പൊ നമ്മൾ 10ാമത്തെ വർഷത്തിലാണ്, വരവ് ചെലവ് കണക്കുകൾ തമ്മിൽ പൊരുത്തപ്പെടാത്ത രീതിയിൽ കടം കൊള്ളുന്നു, കടം കൊള്ളുന്നത് ഉപയോഗിച്ച് കടം വാങ്ങിയതിന്റെ പലിശ കൊടുക്കുന്നു. ഈ തരത്തിലാണ് ഗവൺമെന്റ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗവൺമെന്റിനും ഇങ്ങനെ നിലയില്ലാ കയത്തിൽ വീണ് നീന്താൻ പറ്റുകയില്ല. സഹിക്കേണ്ടത് മുഴുവൻ ഇവിടുത്തെ ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങൾ ഓർത്തിരുന്ന ഈ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനോട് ചോദിക്കണം. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം തരാൻ നമ്മുടെ ധനമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ തയ്യാറാവണം. കാരണം ഇപ്പൊ കൃഷിയുടെ തന്നെ നമുക്കറിയാം, നെൽകൃഷിയുടെ നട്ടെല്ലൊടിഞ്ഞിരിക്കുകയാണ്. ഇനി ഇപ്പോ പറയുന്നു താമസിയാതെ പേയ്മെന്റ്, അതായത് ഈ പാഡി റെസീറ്റ് ഷീറ്റാണ് കൊടുക്കുന്നത് പ്രൊക്യൂർമെന്റിന്റെ സമയത്ത്. അതുകൂടാതെ നേരിട്ട് പണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുമെന്ന് പറയുന്നു. അതൊക്കെ ഈ ഗവൺമെന്റ് 3ാം തവണ വരാനുള്ള പ്ലാനുകൾ മാത്രമാണ്. പ്ലാൻ ബി ആണ് അതൊക്കെ. ആ പ്ലാനുകൾ അനുസരിച്ച് ഗവൺമെന്റിന്റെ 3ാം പ്രാവശ്യം നമ്മൾ അധികാരത്തിലേറ്റിയാല് ബാക്കി എന്തായിരിക്കും എന്ന് ഊഹിച്ചാൽ മതി. പാഡി റെസീറ്റ് ഷീറ്റ് പോലും ചിലപ്പോൾ നിലച്ചു പോകും. കർഷകരുടെ കണ്ണീര് മാത്രമായിരിക്കും അതിന്റെ ബാക്കി പത്രമായിട്ട് ഉണ്ടാവുക. അപ്പൊ സമസ്ത മേഖലകളിലും ദുർവ്യയത്തിന്റെയും അതുപോലെ തന്നെ ഭരണശേഷി ഇല്ലായ്മയുടെയും ഒക്കെ കഥകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ്, അതായത് ഒരു സിസ്റ്റം ഭരണത്തിലിരിക്കാൻ ഒരു തരത്തിലും അർഹതയില്ല. ഏതൊരു സിസ്റ്റം ഭരണത്തിൽ വരുന്നുവോ ആ സിസ്റ്റം കാര്യക്ഷമമായിരിക്കണം. ആ സിസ്റ്റം ജനങ്ങളോട് നീതി പുലർത്തണം. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണവും നികുതിയേതര പണവും ഒക്കെ ജനങ്ങളിൽ നിന്നാണ് വരുന്നത്. അത് ജനക്ഷേമത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കണം. അത് അങ്ങനെ അതിന് പ്രതിജ്ഞാബദ്ധമായി കർമ്മശേഷിയിലൂടെ അത് കാണിച്ചു കൊടുക്കുന്ന ഗവൺമെന്റിനായിരിക്കണം ജനങ്ങളുടെ അംഗീകാരം, അവരുടെ വോട്ട്.